ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ കെയർ ടിപ്പാണ്. അപ്പോൾ അത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള ഒരു ചെറിയ സംഭവമാണ്, കാപ്പിപ്പൊടിയാണ്. അതെല്ലാവരുടെ കിച്ചണിലും മസ്റ്റായിട്ടും ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ സ്കിൻ ബ്രൈറ്റ് ആക്കാൻ നോക്കുന്നത്. വെറും 2 മിനിറ്റ് മതി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫേസ് അടിപൊളിയാകും. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോയല്ലോ. ഇതുപോലൊരു ബൗൾ എടുത്തിട്ട് ഞാൻ കുറച്ച് കാപ്പിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫേസിൽ തേക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പാക്കറ്റ് തീരാറായി. ഞാൻ പാക്കറ്റ് പൊട്ടിക്കാറില്ല, ആവശ്യമുള്ളപ്പോൾ പാക്കറ്റിൽ ഞാൻ എടുക്കുക ചെയ്യുന്നത്. നമുക്ക് കാപ്പിപ്പൊടി ഇല്ലാത്ത കൊടുക്കാം. ഇതുണ്ടോ, ഞാൻ ഈ കാപ്പിപ്പൊടി വെറും 10 രൂപയുള്ളൂ. 10 രൂപയുടെ കാപ്പിപ്പൊടി ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ മേടിച്ചതാണ്. കാപ്പിപ്പൊടി എനിക്ക് കുറച്ച് മതി, അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. കാപ്പിപ്പൊടി ഏതാണെന്ന് വെച്ചാലും എടുക്കാം. ഇതിലേക്ക് കുറച്ച് നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ കലക്കിയിട്ട് അത് ഒഴിക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് തൈര് ഇതിന് പകരം യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ വെറും പച്ചവെള്ളം മതി. കാപ്പിപ്പൊടിയും പച്ചവെള്ളം മാത്രം യൂസ് ചെയ്ത് ഫേസിൽ തേക്കുന്നതല്ല. ഞാൻ ഇതിലേക്ക് ജസ്റ്റ് ആഡ് ചെയ്തതേ ഉള്ളൂ. ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ച് അരിപ്പൊടി എടുത്ത് കലക്കിയിട്ട് അതാണ്. തൈര് ഉണ്ടെങ്കിൽ തൈര് ഒഴിക്കാമേ, പാലാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അത് ചെയ്യാം. ഏതായാലും ബെറ്ററാണ്. കുറച്ച് തേൻ ഒഴിക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടാലും മതി. അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് വെള്ളവും കാപ്പിപ്പൊടി മിക്സ് ചെയ്ത് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഫേസിൽ വെച്ചാൽ അതും അടിപൊളിയാണേ. അപ്പോൾ ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ ബെറ്ററാണ്. ഞാൻ കുറച്ച് തേൻ ഒഴിക്കുന്നുണ്ട്. തേൻ നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് ഒഴിച്ചത്. ഇല്ലെങ്കിൽ ഒഴിക്കണ്ട, വെറും വെള്ളം മതി. പഞ്ചസാര ഉണ്ടല്ലോ, അതെല്ലാവരുടെ വീട്ടിലുണ്ടാവും. പഞ്ചസാര മതി. പാലുണ്ടെന്നുണ്ടെങ്കിൽ പാൽ ഒഴിച്ചാൽ മതി. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിച്ചാലും മതി കേട്ടോ. ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുമ്പൊക്കെ ആണെങ്കിലും ഇത് യൂസ് ചെയ്താൽ ബെറ്ററാണ് കേട്ടോ. ഇത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും കാപ്പിപ്പൊടി അടിപൊളിയാണ്. ഞാൻ കുറേ നാളുകളായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു ദിവസം ചെയ്തിട്ട് നിങ്ങളോട് പറയുന്നതല്ല കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ കാപ്പിപ്പൊടിയും പാലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് കാപ്പിപ്പൊടി ഫേസ് നല്ല ഗ്ലോ ആക്കും. നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു ദിവസം തേച്ചെന്ന് വെച്ചിട്ട് ഇത് പെട്ടെന്ന് മാറ്റി വെച്ചാൽ കുറച്ച് ബ്രൈറ്റ് ആകും. പക്ഷേ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ചയൊക്കെ ഇങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നല്ലത്. കാരണം നമ്മൾ ക്രീമൊന്നും അല്ലല്ലോ, ഇത് എല്ലാ വീട്ടിലുള്ളതാണ്. നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇതാണ് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടണം. അധികം വെള്ളം ആവരുത് കേട്ടോ. വെള്ളം ആയാൽ മുഖത്ത് ഇരിക്കത്തില്ല. ഇത് മസാജൊക്കെ ചെയ്യണം ഫേസിലേ. നെക്ക് പോർഷനിലും കയ്യിലും കാലിലും ഒക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. ബെറ്ററാണ്. നാരങ്ങ അലർജി ഇല്ലാത്തവരാണെങ്കിൽ കുറച്ച് നാരങ്ങയും കൂടെ ഒഴിച്ചാൽ ബെറ്റർ ആയിരിക്കും. ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്ന പാക്ക് റെഡിയാണ്. അപ്പോൾ ഇത് നമുക്കിനി ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ കാശ് ചിലവൊന്നുമില്ല, നമ്മുടെ അടുക്കള കിച്ചണിലുള്ള സംഭവം തന്നെയാണ്. ഇതെടുത്ത് കളിക്ക് ഫേസിൽ ഇട്ടാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കറുത്ത പാടൊക്കെ ഉണ്ടെങ്കിൽ പോകും. എൻ്റെ ഫേസ് നോക്കി അങ്ങനെ കറുത്ത പാടൊക്കെ തീരെ കുറവാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അതൊന്നും വന്നാലും അത് പോകും. അപ്പോൾ നമ്മുടെ പാക്ക് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകാൻ ഇത് റെഡി ആയിട്ടുണ്ട്. അതിന് നമ്മൾ നമ്മുടെ ഹെയർ ഒക്കെ ഒന്ന് ഒതുക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിനി ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇത് മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഫേസ് നല്ല തിളങ്ങിയിരിക്കും. ഒരു ദിവസം തേച്ചാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ 1-2-3 ദിവസമൊക്കെ തേച്ചൊക്കെ അപ്പോൾ അതിൻ്റെ നമ്മുടെ ഫേസിൽ ഉള്ള ടാനും അതുപോലെ തന്നെ എല്ലാം മാറി കിട്ടും. ഈ ഒരു പരുവത്തിന് കിട്ടണം കേട്ടോ. ഒരു ചോക്ലേറ്റ് ക്രീമി പോലെ ഇരിക്കും കേട്ടോ. പിന്നെ ഫേസിൽ നല്ല കട്ടുണ്ട്. ആ തേനൊക്കെ ഒഴിച്ചുകൊണ്ടേ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാം. ഇത് കണ്ടോ, ചുണ്ടിലും കൂടി തേക്കാം കേട്ടോ. ചുണ്ടിൽ തേക്കുമ്പോൾ കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. ഇനിയിപ്പോൾ ഫേസിൽ തേക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ചുണ്ടിൽ മാത്രം തേക്കുവാണെങ്കിൽ ഇപ്പോൾ ചുണ്ടിൽ സിഗരറ്റൊക്കെ വലിച്ചിട്ട് കറുപ്പുള്ളവരില്ലേ, അതൊക്കെ മാറി കിട്ടുമേ. ഫേസിൽ നന്നായിട്ടിത് ഉണങ്ങിയിട്ടുണ്ട് കണ്ടോ. ഒരു സൈഡ് തന്നെ മാറ്റുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം. അത് ഇതിപ്പോൾ ഞാൻ തുടച്ച ഭാഗത്ത് തന്നെ നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്കത് നല്ല യൂസ്ഫുള്ളാണ്, എനിക്ക് നല്ല എഫക്റ്റീവാണ്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും എത്രത്തോളം ബെറ്ററാണെന്നുള്ളത്. കണ്ടോ, കാരണം ട്രൈ ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. കാരണം
എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഫേസ് നല്ല തിളങ്ങിയിരിക്കും എന്ന് പറയത്തില്ലേ, അതുപോലെ ആകും. ഞാൻ കള്ളം പറയണല്ല കേട്ടോ, കാര്യമായിട്ട് പറയണത്. പിന്നെ ഇതുപോലെ കുറേ ടിപ്സ് ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരുമൊക്കെ എൻ്റെ അടുത്തും ചോദിക്കാറുണ്ട് എന്തെങ്കിലും പാട് പോകാൻ വല്ല ക്രീമും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. ഞാൻ നേരത്തെ തൊട്ടേ ചെയ്യുന്നത് ഇതുപോലത്തെ കിച്ചണിലുള്ള ഇതുപോലത്തെ പരിപാടികളാണ്. അപ്പോൾ ഇങ്ങനത്തെ സംഭവമൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് എൻ്റെ ഫേസിൽ പണ്ട് എന്നെ അറിയുന്നവർക്കറിയാം, ഒത്തിരി പേർക്ക് അറിയാവുന്ന കാര്യം, എൻ്റെ ഫേസ് മൊത്തം ഇഷ്ടംപോലെ പാടുകളായിരുന്നു, കാണാൻ പറ്റാത്ത കറുത്ത കളറിലെ പാടുകളായിരുന്നു. ഞാൻ ഇതുപോലത്തെ സാധനങ്ങൾ കണ്ടിന്യൂസ് അപ്ലൈ ചെയ്യുമായിരുന്നു. ഞാൻ മടുത്തു പോകത്തില്ലായിരുന്നു, കാരണം എൻ്റെ ആവശ്യമാണല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടാണ് എനിക്ക് നല്ല അടിപൊളിയാണ്. പിന്നെ തക്കാളിയുടെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.